ഭൂമിയുടെ വലിയൊരു ഭാഗം അതിന്റെ സ്വാഭാവിക പരിവർത്തനത്തിനും ഗവേഷണത്തിനും വേണ്ടി മനുഷ്യ സ്പർശമില്ലാതെ മാറ്റിയിടണം, തൊടാനേ പാടില്ല എന്ന്. കമ്മ്യൂണിസ്റ്റത്തെ പറ്റി നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധാരണയെല്ലാം ഇവിടെ തകർന്നു പോകും. നമ്മളിതിനെല്ലാം ഇങ്ങനെ പ്രൊഡക്റ്റീവിസം എന്ന് പറയാം, ഇങ്ങനെ ഊറ്റി 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 ഉണ്ടാക്കുക, അതാണ് വ്യവസായ വികസനം. നമുക്ക് ഓർമ്മയില്ലേ, ബംഗാളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ എല്ലാം മുഴങ്ങുന്ന പ്രസംഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഐ ആം എ മാർക്സിസ്റ്റ്, ഐ സ്റ്റാൻഡ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. മാർക്സിസ്റ്റ് ആണ്, ഞാൻ വ്യവസായവൽക്കരണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അതാണ് മാർക്സിസം, അതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ അത് ശുദ്ധ വിവരക്കേടായിരുന്നു എന്ന് നമുക്കറിയാം. ലെനിൻ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, പ്രകൃതിയുടെ സ്വാഭാവിക പരിണാമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യസ്പർശമില്ലാതെ ഭൂമിയുടെ വലിയൊരു ഭാഗം മാറ്റിവെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ചരിത്രപരമായ. അങ്ങനെയാണ് ഈ ഒരു ഭാഗം ബയോസ്ഫിയർ റിസർവ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ആശയം തന്നെ അവിടെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. റഷ്യയിലാണ് അതെല്ലാം തുടങ്ങി വെക്കുന്നത്. തൊടാൻ പാടില്ല. അകത്ത് കയറുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? പഠിക്കാൻ വേണ്ടി, റിസർച്ചിന് വേണ്ടി പോകണം. അല്ലാതെ അവിടുത്തെ വിഭവങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കാനും അങ്ങനെ പൈസ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ഖനനത്തിനും ഒന്നും വേണ്ടി ഒരുത്തിനും അതിനകത്ത് കയറാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ബയോസ്ഫിയർ റിസർവുകളുണ്ട്. ഇത്ര നമ്മൾ ഈ പറയുന്ന അത്രയും ഗംഭീരമായിട്ട് അല്ലെങ്കിലും അത് ഒരളവ് വരെ സംരക്ഷിക്കപ്പെടുന്നുമുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഇത് എന്തിനാണ് ഈ മാർക്സിസ്റ്റ് സ്കൂളിൽ വരുന്ന ആളുകൾ മാത്രം പറയുന്നത്? അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർക്സിസ്റ്റ് സ്കൂളിൽ വരുന്ന ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്കാർക്കും മാർക്സിസ്റ്റ് പാർട്ടിയോട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല കേട്ടോ. കൃത്യമായി ഈ വിഷയത്തെ സൈദ്ധാന്തികമായ തെളിമയോടെ കൃത്യതയോടെ പറഞ്ഞത് ഇവരാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അപ്പുറത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അവിടെ വേണമല്ലോ. എന്തുകൊണ്ട് ഇവരെ നമുക്ക് ഈ കാര്യത്തിൽ ആശ്രയിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് പറയേണ്ടി വരും. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ മാൽത്തൂസിനെ പറ്റി പറയാം. ഗംഭീരമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യോൽപാദനം കുറേശ്ശെ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറുന്നു. മനുഷ്യന്റെ ജനസംഖ്യ 2, 4, 8, 16, 32 എന്ന് കയറുന്നു. അങ്ങനെ വരുമ്പോൾ കുറേ സമയത്ത് മനുഷ്യന് ഭക്ഷണം കിട്ടാതെ വരും, തികയാതെ വരും. ആ സമയത്ത് പ്രകൃതി അതിന്റെ സ്വാഭാവികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യവംശത്തിന്റെ പുരോഗതി തടയും, അതിന് മനുഷ്യനെ എണ്ണം കുറയ്ക്കും, കുറെ ചത്തു തീരും എന്നാണ്. അത് പറയണമെങ്കിൽ അത് ഈ പ്രകൃതിയുടെ ഒരു മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ചരിത്രപരമായി അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്കതിൽ നിന്ന് പകർത്താവുന്നതോ അനുകരിക്കാവുന്നതായി ഒന്നുമില്ല. സൈദ്ധാന്തികമായി വളരെ ദുർബലമാണ് അത് എന്ന് ഞാൻ ഈ പറഞ്ഞ മാർക്സിന്റെ എല്ലാം വിശകലനങ്ങളുമായി തട്ടിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജോൺ സ്റ്റുവേർട്ട് മില്ലാണ് വലിയൊരു ചിന്ത. എന്താണ് പറയാത്തത് ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ അങ്ങ് എല്ലാ കാലത്തും അങ്ങനെ വികസിച്ച് പോകാൻ പറ്റില്ല. കുറേ വികസിച്ച് കഴിയുമ്പോൾ പിന്നെ പ്രകൃതി ആകെ അപകടത്തിലാക്കിക്കൊണ്ടേ നമുക്ക് വികസിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ വെച്ച് വികസനം നിർത്തണം. സ്റ്റേഷനറി സൊസൈറ്റി, അതിന് ദാർശനികമായൊരു സൂക്ഷ്മത ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, സൈദ്ധാന്തികമായ കൃത്യതയും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ഗംഭീരമായി BA എക്കണോമിക്സ് ക്ലാസ്സിലും MA എക്കണോമിക്സ് ക്ലാസ്സിലും ഒക്കെ പഠിക്കാം, പരീക്ഷ എഴുതാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് മനുഷ്യവംശത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കാൻ ഇവരുടെ എല്ലാ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും സഹായകമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാർക്സിസ്റ്റ് സ്കൂളിൽ വരുന്ന ആളുകളെ മാത്രം ഉദ്ധരിച്ചത്. ഇത് വരുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഈ മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടായത്. കുറേ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായി. അവിടെ വന്ന സമയത്തെല്ലാം ഇത് ഗംഭീരമായിട്ട് ഞാൻ ഈ പറയുന്ന വളരെ സമഗ്രമായ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു രീതി പ്രാവർത്തികമാക്കിയാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. ഒന്നുമില്ല കേട്ടോ, ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈ വളരെ ഗംഭീരമായൊരു നിർദ്ദേശം വെച്ചു, അത് വളരെ നല്ല രീതിയിൽ അവിടെ നടപ്പിലാക്കി എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ ഒരു സൈദ്ധാന്തികമായ സമഗ്രത, ഈ ഒരു വിശകലനപരമായ സൂക്ഷ്മത ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിയന്ത്രിച്ച സർക്കാരുകളോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവരെ എടുത്ത് പറഞ്ഞ് മറ്റൊരു തീരെ ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇവരാണ് എന്നുള്ളതുണ്ട്. ആരും ആ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവരെല്ലാം പ്രൊഡക്റ്റിവിസം എന്ന് പറയുന്ന ഒന്നിലാണ് ഊന്നിയത്. പ്രൊഡക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. എത്രയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അത്രയും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് മാർക്സ് പറഞ്ഞൊരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ മാർക്സിലേക്ക് പോകും. അതെൻ്റെ ഒരു വായനയുടെ പരിമിതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സാധ്യതയായിരിക്കാം. മാർക്സ് പറയുന്നുണ്ട്, the more powerful the product, the more powerless the worker. The better shaped his product, the more misshapen he is. ഉൽപ്പന്നങ്ങൾ എത്ര
ബലമുള്ളതാകുന്നു അത്രത്തോളം മനുഷ്യൻ ദുർബലനായിത്തീരുന്നു. ഉൽപ്പന്നങ്ങൾ എത്രത്തോളം ഭംഗിയുള്ളതാകുന്നു മനുഷ്യൻ അത്രത്തോളം ക്ഷീണിച്ച് വിരൂപനായിത്തീരുന്നു. പ്രൊഡക്ഷൻ ഓഫ് ടു മെനി യൂസ്ഫുൾ തിങ്സ് റിസൾട്ട്സ് ഇൻ ടു മെനി യൂസ്ലെസ് പീപ്പിൾ എന്ന. മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ, മുതലാളിത്തം എന്ന് പറഞ്ഞ വിശകലന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പില്ല, ലാഭത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം മനുഷ്യന് ഉപകാരമുള്ളതല്ല. യൂസ് വാല്യൂ ഇല്ലാത്ത ഒന്നും ഉൽപ്പാദിപ്പിക്കില്ല. എല്ലാത്തിനും യൂസ് വാല്യൂ ഉണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ യൂസ് വാല്യൂ തനിയെ ഉണ്ടാകും. അങ്ങനെ മനുഷ്യന് ഉപകാരപ്രദം എന്ന് നമ്മൾ കരുതുന്ന വസ്തുക്കൾ പരിധിയില്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഉപകാരവുമില്ലാത്തവനായി, ഒരു പ്രയോജനവുമില്ലാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി മനുഷ്യൻ മാറുന്നവനാണ്. അതാണ് പ്രൊഡക്ഷൻ ഓഫ് ടു മെനി യൂസ്ഫുൾ തിങ്സ് റിസൾട്ട്സ് ഇൻ ടു മെനി യൂസ്ലെസ് പീപ്പിൾ. അത് പ്രൊഡക്റ്റിവിസം എന്ന് പറയുന്ന ഒരു രീതിയിൽ എത്രയെത്ര ഉൽപ്പാദിപ്പിക്കുന്നു അത്രത്തോളം സമൂഹം പുരോഗമിക്കുന്നു എന്നൊരു മൂഢധാരണയിൽപ്പെട്ട് എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഈ ഒരു സൈദ്ധാന്തികമായ സൂക്ഷ്മത, ഈ ഒരു ആശയപരമായ കൃത്യത, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കൃത്യമായ വികസന കാഴ്ചപ്പാട് ലോകത്തിന്റെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.